തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. പാവനാത്മാവാ നിറയ്ക്കണമേ ഈശോ, പാപഭാരങ്ങൾ അകറ്റണമേ ഈശോ. പാവനാത്മാവാ നിറയ്ക്കണമേ ഈശോ, പാപഭാരങ്ങൾ അകറ്റണമേ ഈശോ. തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. നൽവരദാനങ്ങൾ നൽകണമേ ഈശോ, നല്ല വഴിക്കെന്നെ നയിക്കണമേ ഈശോ. നൽവരദാനങ്ങൾ നൽകണമേ ഈശോ, നല്ല വഴിക്കെന്നെ നയിക്കണമേ ഈശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ അനുദിന വചനം: പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ബ്ലെസ്ഡ് ഈസ് ദ മാൻ ദാറ്റ് എൻഡ്യൂർസ് ടെംപ്റ്റേഷൻ. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 12-ാം തിരുവചനം. ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 1:12. Blessed is the man that endures temptation, for when he is tried, he shall receive the crown of life, which the Lord has promised to them that love him. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. ആമേൻ. പരിശുദ്ധാത്മാവ് ദൈവമേ, അവിടുന്നാണല്ലോ തിരുവചനം ഞങ്ങൾക്കായി എഴുതി തന്നത്. അവിടുന്ന് അത് വ്യാഖ്യാനിച്ചു തരണം. അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കണം. അപ്രകാരം അവിടുന്ന് ചെയ്യുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പരീക്ഷ സഹിച്ച് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്ന ഭക്തനാണ് ഭാഗ്യവാൻ. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 12-ാം തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്: പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. ഹല്ലേലൂയ. ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് നമ്മുടെ ജീവിതം തീർന്നില്ല, നിത്യത കിടക്കുകയാണ്. അവിടെ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് ശ്രേഷ്ഠമായത്. അവിടെ പ്രതിഫലം ലഭിക്കണമെങ്കിൽ ഭൂമിയിലായിരിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ക്രമപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ദൈവത്തിന്റെ വചനപ്രകാരം താൻ സ്നേഹിക്കുന്നവർക്ക്, തന്റെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് അവിടുന്ന് എല്ലാ നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. താൻ സ്നേഹിക്കുന്നവർക്ക്, തന്റെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക്, കർത്താവിന്റെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് പരീക്ഷകളുണ്ടാകും, ശോധനകളുണ്ടാകും, സഹനങ്ങളുണ്ടാകും. പക്ഷെ അതൊന്നും നമ്മളെ നശിപ്പിക്കാനല്ല, ഒരു പടി കൂടി ശ്രേഷ്ഠ പദവിയിലേക്ക് നമ്മൾ ഉയർത്തുന്നതാണ്. എത്ര ഭക്തിയോടെ ജീവിച്ചാലും ദൈവം പരീക്ഷകൾ അനുവദിക്കും. ഹിസ്കിയാവ് നീതിയുള്ള രാജാവായിരുന്നു. ഹിസ്കിയാവ് പിച്ചള സർപ്പാരാധന നിർത്തൽ ചെയ്തവനായിരുന്നു. എന്നാൽ ഹിസ്കിയാവിന് ജീവിതത്തിൽ അപ്രതീക്ഷിതമായ പരീക്ഷയെ നേരിടേണ്ടി വന്നു. മാരകമായ ഒരു രോഗം. രാജാവ് മരിച്ചുപോകുമെന്ന് യെശയ്യാ പ്രവാചകൻ ദൈവത്തിന്റെ ദൂതറിയിച്ചു. ഹിസ്കിയാവ് ചുവരിനോട് മുഖം ചേർത്ത് വച്ച് കരഞ്ഞു. താൻ ചെയ്ത നല്ല കാര്യങ്ങൾ ദൈവത്തെ ഓർമ്മപ്പെടുത്തി. ഹിസ്കിയാവിന്റെ നിലവിളി ദൈവത്തിന്റെ തീരുമാനം മാറ്റി. ഹിസ്കിയാവിന്റെ ആയുസ്സിനെ 15 സംവത്സരം കൂട്ടി കൊടുത്തു. നമുക്ക് ജീവിതത്തിൽ നഷ്ടപ്പെട്ട സകലതിനെയും ദൈവം തിരിച്ചു നൽകും. അതിന്
പരീക്ഷഘട്ടങ്ങളിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. ഇസ്രായേൽ ഭരിച്ച നല്ലൊരു രാജാവായിരുന്നു യഹോശാഫത്ത്. അദ്ദേഹം കർത്താവിനെ ഭയപ്പെട്ടവനായിരുന്നു. അദ്ദേഹത്തിനും പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നു. 3 രാജാക്കന്മാർ ഇസ്രായേൽക്കാരെ ആക്രമിക്കുവാൻ വന്നു. അപ്പോൾ അദ്ദേഹം രാജ്യത്തിൽ ഒരു ഉപവാസം പരസ്യം ചെയ്തു. ജനം മുഴുവൻ ദൈവസന്നിധിയിൽ കരഞ്ഞപ്പോൾ യുദ്ധത്തിന്മേൽ ദൈവം ജയം നൽകി. ജീവിതത്തിലെ യുദ്ധങ്ങളെ പ്രാർത്ഥനയാലും ഉപവാസത്താലും ഓടിക്കണം. ഘോര പരീക്ഷകളിൽ കൂടി കടന്നുപോയപ്പോൾ ഇയ്യോബ് ഇങ്ങനെ പറഞ്ഞു. ഇയ്യോബിന്റെ പുസ്തകം 19 അധ്യായം 23-24. അയ്യോ, എന്റെ വാക്കുകൾ ഒന്ന് എഴുതിയെങ്കിൽ, ഒരു പുസ്തകത്തിൽ കുറിച്ചു വെച്ചെങ്കിൽ കൊള്ളാമായിരുന്നു. അവയെ ഇരുമ്പാണിയും ഈയവും കൊണ്ട് പാറയിൽ സദാകാലത്തേക്കും കൊത്തിവെച്ചെങ്കിൽ കൊള്ളാമായിരുന്നു. നശിച്ചു പോകുന്ന പുസ്തകത്താളുകളിൽ ഇയ്യോബിന്റെ വിശ്വാസം എഴുതി വയ്ക്കുവാനല്ല ഇയ്യോബ് പറഞ്ഞത്. ഇരുമ്പാണിയും ഈയവും കൊണ്ട് ഒരിക്കലും മാഞ്ഞു പോകാതിരിപ്പാൻ പാറയിലാണ് കൊത്തുവാൻ പറഞ്ഞത്. എന്താണ് ആ വചനം? ഇയ്യോബിന്റെ പുസ്തകം 19-25-27 വരെയുള്ള വാക്യത്തിൽ വ്യക്തമായി നമുക്ക് അവിടെ കാണാം. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു, അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എന്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹരഹിതനായി ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല, എന്റെ സ്വന്തം കണ്ണ് അവനെ കാണും. ഈ ഒരു പ്രത്യാശയാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ പരീക്ഷകളിൽ ഈ വചനം പലവട്ടം ഏറ്റുപറയാം. നാം നമ്മുടെ കണ്ണുകൊണ്ട് ദൈവത്തെ കാണുന്ന സമയം അടുത്തു വന്നുകൊണ്ടിരിക്കുന്നു. ജീവിതത്തിൽ നഷ്ടമായ സകലതും ദൈവം മടക്കിത്തരും. ജീവനുള്ളവരുടെ ദേശത്ത് നാം ദൈവത്തിന്റെ നന്മ കാണുക തന്നെ ചെയ്യും. ആമേൻ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ഇന്നത്തെ സന്ദേശം വളരെ വ്യക്തമായി നമുക്ക് പ്രത്യാശ തരുന്ന ഒരു സന്ദേശമാണ്. ഹല്ലേലൂയ. നാം കടന്നു പോകുന്ന അവസ്ഥകളെല്ലാം ഒരാൾ വ്യക്തമായി കാണുന്നു, നമ്മുടെ ദൈവം. നിന്നതല്ല, അവിടെ നിർത്തിയതാണ്. ഒന്നും നേടിയതല്ല, എല്ലാം ദൈവം നൽകിയതാണ്. എന്റെ ദൈവം അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. സംഭവിക്കുന്നതെല്ലാം എന്റെ നന്മയ്ക്കായിട്ട്. ഈ വചന പ്രത്യാശയാൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. നിത്യന് പരിശുദ്ധമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളെ ആയുസിന്റെ ഒരു ദിനം കൂടെ കാണുവാൻ അവിടെ ഞങ്ങളെ അനുഗ്രഹിച്ചനായി സ്തോത്രം. കഴിഞ്ഞ രാത്രിയിലെ ഉറക്കത്തിൽ ഉറങ്ങാതെ മയങ്ങാതെ ഞങ്ങളെ കാത്തു പരിപാലിച്ച് ഒരു ബാധയും ഞങ്ങളുടെ കൂടാരത്തെ അടുക്കാതെ ഒരു ദുഷ്ടശക്തിയും ഞങ്ങളെ തൊടാതെ ആരോഗ്യത്തോടെ പ്രാകാരങ്ങളിലേക്ക് വീണ്ടും കടന്നു വരുവാൻ ഞങ്ങളെ ആകർഷിച്ചടിപ്പിച്ചനായി സ്തോത്രം. ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളൊരനുഗ്രഹമായി ഞങ്ങളോടെ അനേകർ അനുഗ്രഹം പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാദൈവമേ ഞങ്ങളെ സഹായിക്കണം. ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. ഞങ്ങളുടെ തലമുറകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന ഇടങ്ങളിൽ, അവരെവിടെയൊക്കെയാണോ ആയിരിക്കുന്നത്, ഏത് മേഖലകളിലാണോ പ്രവർത്തിക്കുന്നത്, കർത്താവേ, അവരുടെ ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ കടന്നു പോകുന്ന പ്രയാസങ്ങളെ കണ്ട് പുറകോട്ടു പോകാതെ പ്രത്യാശയോടെ അങ്ങിൽ ഉറച്ചു മുന്നോട്ട് പോകാൻ ഞങ്ങളുടെ മക്കളെ സഹായിക്കണം. ഞങ്ങൾ ഓരോരുത്തരും ചെറുനിൽക്ക കൂട്ടായ്മയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിന്റെ പല തുറകളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അനേകരുണ്ട്. അവിടെയെല്ലാം കർത്താവേ, തളർന്നു പോകാതെ, തകർന്നു പോകാതെ, ധൈര്യത്തോടെ, പ്രത്യാശയോടെ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. ഒരിക്കൽ കൂടി ഇന്നത്തെ ദിനത്തിനായി നന്ദി പറയുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കുക. സ്തോത്രപ്പ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമീശോ, പ്രാർത്ഥന വരമെന്നിൽ നൽകണമേ ഈശോ. വചനമയച്ചെന്നെ സുഖമാക്കണമേ ഈശോ, വചനം ഘോഷിക്കാൻ വിളിയേകണമേ ഈശോ. വചനമയച്ചെന്നെ സുഖമാക്കണമേ ഈശോ, വചനം ഘോഷിക്കാൻ വിളിയേകണമേ ഈശോ. നിന്തിരുരക്തത്താ കഴുകണമേ ഈശോ, നിന്തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. നിന്തിരുരക്തത്താ കഴുകണമേ ഈശോ, നിന്തിരുഹിതമെന്നിൽ